നമസ്കാരം. കാണാം എൻ്റെ തോട്ടം. തിരുവല്ലയ്ക്കടുത്ത് കുമ്പനാട് നെല്ലിമല മറിയാമ്മ ജോസഫിൻ്റെ തോട്ടം കാണാം. ഇത് തിരുവല്ലായ്ക്കടുത്ത് കുമ്പനാട് നെല്ലിമല ഭാഗത്താണ് നഴ്സറി. മൈല നിൽക്കുന്നതിൽ ആണ് ഞങ്ങളുടെ വീട്ടുപേര്. ഇവിടെയാണ് നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഒരു 20 വർഷം മുൻപ് തന്നെ എനിക്ക് ചെടികളോട് വലിയ താല്പര്യമായിരുന്നു. അന്ന് തൊട്ടേ നമ്മൾ ചെടികൾ വളർത്തുമായിരുന്നു. എല്ലാ വിധത്തിലുള്ള ചെടികളും ഉണ്ട്. അഡീനിയം, അഗ്ലോണിമ, കലാത്തിയ, പിന്നെ പൂച്ചെടികളുണ്ട്, കാക്ടസിൻ്റെ ഭാഗം അതുണ്ട്, സ്നേക്ക് പ്ലാന്റിൻ്റെ ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, പിന്നെ പൂച്ചെടികളെ ക്ലൈംബേഴ്സ് ഉണ്ട്, പെറ്റൂണിയ, നാടൻ പെറ്റൂണിയ ഒക്കെ 5-6 കളറിലൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞാൽ ഒരു നഴ്സറിയിൽ കാണുന്ന, നമുക്കറിയാം ഒരു നഴ്സറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ കുറച്ച് ചെടികളിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ 20 വർഷമായിട്ട് വളർത്തുന്നതായതുകൊണ്ട് ഏത് ചെടി ചോദിച്ചാലും ഇവിടെ കാണും. ഇവിടെ ആൾക്കാർ വന്ന് വാങ്ങിക്കുക ചെയ്യാറുള്ളത്. ഓൺലൈനൊന്നും നമ്മൾ തുടങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വിൽപ്പനയുടെ ഒരു ഇതിലല്ല, മനസ്സിന് സന്തോഷം വരുന്ന ആ ഒരു രീതിയിലാണ് വാങ്ങുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ പ്രയാസമോ എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ മതി, അതൊക്കെ പമ്പ കിടക്കും. അത് പണ്ട് തൊട്ടേ എനിക്കൊരു അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് മാറാത്തത്. വീട്ടിനകത്തൊരു ചെറിയ ചപ്പോ അല്ല എന്തെങ്കിലുമൊക്കെ ഞാൻ അത്ര ശ്രദ്ധിക്കുന്നില്ല. ഇതേല് ഒരില കൊഴിഞ്ഞാലോ ഒരു പുഴു വന്നിരുന്നാലോ ഒരു വീട്ടിൽ വന്ന് കടിച്ചാലോ ഞാൻ അറിയും. ആളുകൾ കേട്ട് പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോഴാണ് ഓരോരുത്തർ അറിയുന്നത് വിൽക്കുമെന്ന്. അങ്ങനെ വന്നാണ് പിന്നെ നമുക്ക് അവിടെ പരസ്യം അവിടെ ഉണ്ട്, ബോർഡുണ്ട്. പിന്നെ നമ്മൾ അന്ന് പേപ്പറിൽ നോട്ടീസൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞ് ആൾക്കാർ ഒത്തിരി പേര് വരാറുണ്ട്. തീർച്ചയായിട്ടും ചെടികളെ ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൊക്കെ പണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു പഴയ കാലത്തിലോട്ട് പോവുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവർക്കും ചെടിയോട് ഒരു പ്രത്യേക പ്രേമമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വീട് കൂതാശയ്ക്കും ഒക്കെ എല്ലാവരും കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന പൂച്ചട്ടികളൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ ഒരിക്കലും അത് പക്ഷെങ്കിൽ നമ്മൾ ചെടിയെ പ്രേമിക്കണം, സ്നേഹിക്കണം. ആ ഉള്ള രീതിയിൽ കൈകാര്യം ചെയ്താൽ ഒരിക്കലും നഷ്ടമാകാത്ത നമ്മുടെ മനസ്സിന് വളരെ സന്തോഷമാണ്. വരുമാനത്തെക്കാൾ ഉപരി നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു ഫീൽഡാണ്. വീട്ടിലെ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ നമ്മൾ മറക്കും, ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ മതി. പൂച്ചെടികൾ വന്നപ്പോഴത്തേനൊക്കെ ഫംഗസ് ഒക്കെ കയറാൻ തുടങ്ങി. ഇപ്പം നമുക്ക് സ്വല്പം ഒരു വന്നു. മറ്റേ 1-2 ഒക്കെയാണ് നമുക്ക് പതുക്കെ എടുത്തൊക്കെ മാറ്റാം. ഇത് കൂടുതൽ വന്നപ്പോഴത്തേന് എന്നാൽ പിന്നെ മരുന്നൊക്കെ അടിച്ചടിച്ച് ചോദിച്ചും പറഞ്ഞുമൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ലാതൊക്കെ നിന്നു. ഇടയ്ക്ക് നമ്മൾ ചെറിയൊരു ടെൻഷൻ വന്നു. എല്ലാം കൂടെ വരുമ്പോഴേ ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം കൂടെ ഒരു ഇത് വന്നു. പക്ഷേ അതൊക്കെ ദൈവം തമ്പുരാൻ ഓവർകം ചെയ്യാനുള്ള കഴിവ് തരുന്നു. ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും വരുന്നുണ്ട്. പിന്നെ കൂടെ ഉള്ള എൻ്റെ ടീച്ചേഴ്സ് നല്ല ഇതാണ്. അന്ന് ഈ സെയിലിനൊക്കെ ധാരാളം പേര് വന്നു. എല്ലാവരും നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചു. അത് ഉണ്ട്. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നുണ്ട്. നാട്ടുകാരെനിക്ക് നല്ല സപ്പോർട്ടാണ്.
മറ്റൊരു തോട്ടത്തിൻ്റെ മനോഹര കാഴ്ചയുമായി വീണ്ടും വരും. ഗുഡ് ബൈ.